നാളെ വക്കീൽ വന്നോ ആധാരം തിരിച്ചെഴുതും. പിന്നെ നമ്മൾ പഴയ പണിക്ക് പോയേച്ചാ മതി. ഈ ഗോപാലിന്റെ കൈക്ക് വന്ന സാധനങ്ങളൊന്നും തിരിച്ചുപോയ ചരിത്രമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഈ തറവാടിന്റെ പേര് പറയാൻ ഗോപാലൻ മാത്രമേ ജീവിച്ചിരിക്കൂ. അത്രയ്ക്ക് വേണോ? സംഗതി പുറത്തായാൽ നമ്മളകത്താ. അല്ല, സംഗതി നടന്നില്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്നും പുറത്താ. നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ? അതിന് ആ തള്ളയും മകനും നാളത്തെ സൂര്യോദയം കാണില്ല. നിനക്കെന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. പണം പോരാൻ തോന്നിയാൽ ഇനിയും തരാം. എന്തു പറയുന്നു? ഇല്ല കുന്നേ, എന്നെ നിർബന്ധിക്കരുത്. ഞാനത് ചെയ്യില്ല. തീർത്തു പറയുകയാണോ? അങ്ങുന്നേ, ഞാനൊരു പാവപ്പെട്ടവനാണ്. പണത്തിന് ആവശ്യവുമുണ്ട്. പക്ഷേ അതിനു വേണ്ടി ഒരു കൊലപാതകം ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. ഞാനത് ചെയ്യില്ല. ഭദ്രൻ, എന്റെ തീരുമാനം നടക്കണം. നീ അല്ലെങ്കിൽ മറ്റൊരാളെ ചെയ്യും. പക്ഷെ ഇപ്പോൾ അതറിയാവുന്ന നീ മാത്രമാണ്. മര്യാദയ്ക്ക് ഈ പണം വാങ്ങിക്കുന്നതാണ് നല്ലത്. ഫോണും പൊട്ടിച്ചിട്ടിരിക്കുന്നല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ശങ്കരൻ നായരെയും കാണുന്നില്ലല്ലോ. കൊച്ചമ്മ എവിടെയാ പറഞ്ഞേൽപ്പിക്കാം? കൊച്ചമ്മ വരാൻ അല്പം താമസിക്കും. ആരാണ്? എന്ത് വേണം? അത്യാവശ്യമായൊരു കാര്യം കൊച്ചമ്മയോട് പറയാനുണ്ട്. കഥ തുറക്കുമോനെ. ഏത് കൊച്ചമ്മ? ചിത്രത്തിന്റെ കൊച്ചമ്മ? അല്ല, വലിയ കൊച്ചമ്മ തന്നെ. നിങ്ങളാരാണ്? തുറക്കുമോനെ. ഓ, ചിറ്റപ്പനാണോ? ചവിട്ടി പൊളിക്കടാ.
ഇവിടെ ആരുമില്ലേ? അയ്യോ ബാബുമോനെ, മോനെ നിനക്ക് എന്ത് പറ്റി മോനെ? അമ്മ എവിടെ? ഞങ്ങളെ കൊല്ലാൻ വരുന്നു. അച്ചോ അച്ചോ, നമ്മുടെ പള്ളിക്കടവിൽ ഒരു സ്ത്രീ വന്ന് അടിഞ്ഞു കിടക്കുന്നു. വെള്ളത്തിൽ വീണതാ, ബോധമില്ല. കണ്ടിട്ട് ഗർഭിണിയാണോ തോന്നുന്നു. എന്തെങ്കിലും അപകടം? മരിച്ചിട്ടില്ല. അവരെ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ ഉടനെ എത്തിക്കൂ. ഞാൻ അവർക്ക് ഫോൺ ചെയ്യാം. ദൈവകാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഞാൻ ആശുപത്രിയിൽ വെച്ച് രാജുമോനെ പ്രസവിച്ചു. നല്ലവനായ ആ അച്ഛന്റെ തണലിൽ 4-5 വർഷം ഞാനും രാജുമോനും കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ ഭാനി, അമ്മയും മോനും കൂടി? മോൻ പഠിച്ച് വലിയ ആളാകുമെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയാ. അതെ രാജു, നീ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നാ മതിയോ? വരൂ. ബോർഡിങ്ങിൽ ചേർത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി അച്ഛൻ രാജുമോനെയും കൂട്ടിക്കൊണ്ടുപോയി. അയൽക്കാരിയുടെ മകൾ ജയന്തിമോൾ മാത്രമായിരുന്നു എനിക്കൊരാശ്വാസം. പകൽ മുഴുവൻ ജയന്തിമോളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവർ ഓഫീസിൽ പോയിരുന്നത്.